ഹരിയേട്ടൻ ഇന്ന് നേരത്തെയാണല്ലോ. കോളേജിൽ നിന്ന് വന്ന് പുറത്തിരുന്നു കൊണ്ട് നന്ദു പറയുമ്പോൾ ഹരി വെറുതെ പുഞ്ചിരിച്ചു. പിന്നാലെ തന്നെ കാർത്തികയും എത്തിയിരുന്നു. അവൾ വന്ന പാടെ വസ്ത്രങ്ങളും എടുത്ത് കുളിക്കാനായി പോയി. ചായ കുടിച്ചിട്ട് കാർത്തുവിനെയും കൂട്ടിപ്പോയി സാധനം വാങ്ങി വാ. അവൻ്റെ കയ്യിലേക്ക് ചായ വെച്ച് കൊടുത്തുകൊണ്ട് കല പറഞ്ഞു. കോളേജിലേക്ക് ബൈക്കിൽ പോകാൻ നന്ദുവിന് അനുവാദം കൊടുത്തിട്ടില്ല. ആകെ അവന് അതിനുള്ള അനുവാദം കിട്ടുന്നത് കവലയിൽ പോയി സാധനം വാങ്ങാൻ മാത്രമാണ്. അതുകൊണ്ട് ആ ജോലി അവന് ഇഷ്ടവുമാണ്. ഞാൻ ഇന്ന് ഏട്ടത്തിയെയും കൂട്ടി പൊയ്ക്കോളാം, അല്ലേ ഏട്ടത്തി? വാതിൽക്കൽ നിൽക്കുകയായിരുന്ന ദേവികയെ നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ദേവിക ഒരു പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. വിവാഹശേഷം കലയുടെ ഒപ്പം പുറത്തേക്ക് പോയതല്ലാതെ അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. അത്യാവശ്യം തൻ്റെടമൊക്കെ ഉണ്ട് എങ്കിലും നാട്ടുകാരുടെ രൂക്ഷമായ നോട്ടം എങ്ങനെ നേരിടുമെന്ന ഒരു ചിന്ത അവളിലും ഉണ്ടായിരുന്നു. പക്ഷേ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നന്ദുവിന് അത് വിഷമമാകുമോ എന്ന പേടിയുള്ളതുകൊണ്ട് തന്നെ അവൾ നിശബ്ദയായി നിന്നു. കലയും ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി. ദേവികയുടെ മുന്നിൽ വെച്ച് നന്ദു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് തന്നെ അവളെ കൊണ്ടുപോകേണ്ട എന്ന് പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ഇതുപോലെ ഒരു അവസരത്തിൽ നന്ദുവിൻ്റെ ഒപ്പം വിടാനും പറ്റില്ല. എന്തെങ്കിലും ഒരു സംസാരമോ പ്രശ്നമോ ഉണ്ടായാൽ അതിനെ നേരിടാൻ തക്ക മാനസിക ബലമോ ശാരീരിക ബലമോ ഇല്ലാത്തവനാണ് നന്ദു. അതുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ പേടിയും. നീ പോകണ്ട, ഹരിയും ദേവികയും കൂടി പോയിട്ട് വരട്ടെ. നീ ആ നേരത്തിന് കുളിച്ച് രണ്ടക്ഷരം പഠിക്കാൻ നോക്ക്. അവരുടെ ശക്തമായ വാക്കുകൾ കേട്ടതും അവൻ്റെ മുഖം വാടി. ഇനി ഈ കാര്യത്തിൽ അമ്മ തീരുമാനം മാറ്റാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതും അവൻ അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോയി. ആ സമയം ഹരിയും ദേവികയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. ഹരി ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ മറ്റുള്ളവരുടെ നോട്ടം എങ്ങനെയാകുമെന്നറിയാം. എന്നാൽ ദേവികയുടെ മുന്നിൽ വെച്ച് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് എങ്കിൽ അവളെ കൊണ്ടുപോകാനുള്ള മടി കൊണ്ട് പറഞ്ഞതാണ് എന്ന് കരുതും. നീ റെഡി ആയിക്കോ. പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവൾ മുറിയിലേക്ക് തന്നെ പോയി. ആ സമയം ഹരി പോയത് കലയുടെ അടുത്തേക്കായിരുന്നു. അതുപോലെ ഒരു വരവ് പ്രതീക്ഷിച്ച അവർ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ എന്തിനാ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത്? ആൾക്കാരെന്തൊക്കെ പറയുമെന്നറിയില്ല. അതൊക്കെ അവളെ കൂടി കേൾപ്പിക്കാനാണോ? അവൻ്റെ ചോദ്യം കേട്ടതും അവർ വെറുതെ പുഞ്ചിരിച്ചു. നാട്ടുകാരെ പേടിച്ച് എത്ര നാൾ ഇവിടെ ഇരിക്കും? നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരില്ലേ? അതോ ഇനി നിനക്ക് അവളെ ഭാര്യയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണോ? അവരുടെ വാക്കുകൾക്ക് മുന്നിൽ അവൻ നിശബ്ദനായി. നാട്ടുകാരെ പേടിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നറിയാം. എങ്കിലും പണ്ടു മുതലേ ആരോടും വഴക്ക് കൂടി ശീലമില്ല. പരമാവധി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി പോവുകയാണ് പതിവ്. താൻ മൂലം കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകരുത് എന്ന ചിന്തയും അമ്മയെ സങ്കടപ്പെടുത്താൻ പാടില്ല എന്ന നിർബന്ധവുമായിരുന്നു അതിനു പിന്നിലെ കാരണം. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ റെഡിയായി നിൽപ്പുണ്ട്. സാഹചര്യം ഇതാണെങ്കിലും അവൻ്റെ ഒപ്പം പോകാൻ കഴിഞ്ഞതിൽ അവൾക്ക് സന്തോഷമില്ലാതില്ല. അവൾ ഒളിക്കണ്ണോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ സദാ കാണുന്ന ഭാവം തന്നെ. എന്തെങ്കിലും പ്രശ്നമാകുകയാണെങ്കിൽ ഞാൻ നേരിട്ടോളാം. അതോർത്ത് ഹരിയേട്ടൻ പേടിക്കണ്ട. അവളുടെ വാക്കുകൾ കേട്ടതും അവൻ തിരിഞ്ഞ് അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. അപ്പോഴേക്കും രണ്ടുപേരും മുറ്റത്തെത്തിയിട്ടുണ്ട്. അവർ പോകുന്നത് കാണാനായി ഇറങ്ങി വന്ന നന്ദുവിനെ കല രൂക്ഷമായി നോക്കി തിരികെ മുറിയിലേക്ക് തന്നെ വിട്ടു. അല്ലെങ്കിലും വഴക്കുണ്ടാക്കാൻ നീ മിടുക്കിയാണ് എന്ന് എനിക്കറിയാം. സ്വരം താഴ്ത്തിയാണ് എങ്കിലും ഹരി പറഞ്ഞത് അവൾ വ്യക്തമായി കേട്ടു. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ തന്നെ ഒപ്പം കൊണ്ടുപോയില്ലെങ്കിലോ എന്ന പേടിയുള്ളതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവൾ നിൽക്കുമ്പോഴും അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവൻ്റെ പിന്നിലിരുന്ന് പോകാൻ പറ്റിയ സന്തോഷത്തിൽ അവൾ കയറിയിരുന്ന പാട് രണ്ട് കൈയും ഉയർത്തി അവൻ്റെ ചുമലിലേക്ക് വെച്ചതും അവനൊന്ന് ഞെട്ടി. ആരെങ്കിലും കണ്ടോ എന്ന അർത്ഥത്തിൽ അവൻ ചുറ്റും നോക്കാൻ തുടങ്ങിയതും അവൾക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഒരു നിർഗുണൻ, ഇങ്ങേരിൽ നിന്നൊരു റൊമാൻറ്റിക് സൈഡ് പ്രതീക്ഷിച്ച ഞാൻ എന്തൊരു മണ്ടിയാണ്. ആ ചിന്തയോടെ അവൾ കൈ പിൻവലിച്ചതും അവൻ വണ്ടി മുന്നോട്ടെടുത്തിരുന്നു.
കവലയിലെ പലചരക്ക് കടക്ക് മുന്നിൽ നിർത്തുമ്പോൾ ഓരോ തലകളായി ഇരുവരെയും എത്തി നോക്കി. ഹരിയുടെ പിന്നിലിരുന്ന് ദേവിക വന്ന് ഇറങ്ങുന്ന കാഴ്ച നാട്ടുകാർക്ക് 2 ദിവസത്തെ ചർച്ചയ്ക്കുള്ള വകയാണ്. അത്രയും നേരം വർക്ക്ഷോപ്പിലെ വഴക്ക് ആയിരുന്നു വിഷയമെങ്കിൽ ഇരുവരെയും കണ്ടതും അവിടം നിശബ്ദമായി. അപ്പുറത്തെ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിന്നവർ എല്ലാം തങ്ങളെ ശ്രദ്ധിക്കുന്നത് കണ്ടതും ഹരിക്ക് വല്ലായ്മ തോന്നി. അവളുടെ അവസ്ഥയും മറിച്ചല്ല. പൊതുസ്ഥലത്ത് നഗ്നയായി നിന്നാൽ എങ്ങനെ നോക്കും? ആ രീതിയിലാണ് ആൾക്കാരുടെ നോട്ടം. അവൾ അവൻ്റെ അടുത്തേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു. ഹണിമൂണിനൊന്നും പോകുന്നില്ലേ ഹരി? ആരോ ഒരാൾ ചോദിച്ചതും അവൻ്റെ നോട്ടം അയാളുടെ നേരെയായി. എന്നാൽ മുഖഭാവം തീർത്തും ശാന്തമാണ്. പോകുമ്പോൾ അറിയിക്കാം ചേട്ടാ. ചിരിയോടെ തന്നെ അവൻ പറഞ്ഞപ്പോൾ അടുത്ത ആളിൻ്റെ ഊഴമെത്തി. ഈ കൊച്ചിന് വിശേഷമുണ്ട് എന്ന് കേട്ടല്ലോ, അതുകൊണ്ടാണോ പെട്ടെന്ന് വിവാഹം നടത്തിയത്? നാട്ടിലെ പ്രധാന നുണയന്മാരിൽ ഒരാൾ ചോദിച്ചതും ഹരി ഞെട്ടലോടെ നിന്നുപോയി. ആ നേരം തന്നെയാണ് അവൻ്റെ പിന്നിൽ നിന്നും ദേവിക മുന്നിലേക്ക് കയറിയത്. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ചേട്ടൻ്റെ മോൾക്ക് വിശേഷമുണ്ട് എന്ന് കരുതി ചേട്ടൻ നാട്ടിലെ പെൺപിള്ളേരുടെ വിശേഷം അറിയാൻ നടക്കണ്ട. വിശേഷമാകുമ്പോൾ ചേട്ടനെ തന്നെ ആദ്യം അറിയിക്കുന്നുണ്ട്. നാക്കിന് ലൈസൻസ് ഇല്ലാത്തതുപോലെയുള്ള അവളുടെ മറുപടിയിൽ ഹരി ഞെട്ടി നിൽക്കുമ്പോൾ അവൾ സാധനങ്ങളുടെ ലിസ്റ്റ് കടക്കാരന് നേരെ നീട്ടിയിരുന്നു. പച്ചമാങ്ങ ഉണ്ടോ ചേട്ടാ? സാധനങ്ങളെല്ലാം കയ്യിലേക്ക് വാങ്ങി തിരിഞ്ഞു നടക്കാൻ നേരം അവൾ തിരിഞ്ഞു ചോദിക്കുമ്പോൾ ഹരി അവളെ നോക്കി പല്ല് കടിച്ചു. ചായ കുടിച്ചുകൊണ്ടിരുന്നവരിൽ ആരോ നെറുകിൽ കയറി ചുമയ്ക്കുന്നത് കേട്ടതും അവൾ അങ്ങോട്ട് ശ്രദ്ധിച്ചതേയില്ല. നീ ശ്രീമംഗലത്തേത് തന്നെയാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉറപ്പായി. നിന്റെ അമ്മയുടെ നാക്ക് നിനക്കതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബൈക്കിൽ കയറാൻ നേരം അവൻ മെല്ലെ പറയുമ്പോൾ അവൾ പുഞ്ചിരിയോടെ പുറകിൽ കയറിയിരുന്നു. ആട്ടുകട്ടിലിൽ വരലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്ന രാഹുലിൻ്റെ അടുത്തേക്ക് നടന്നു വന്ന ഗോകുൽ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. എന്താടാ? അവരുടെ ചോദ്യം കേട്ടതും അവൻ എങ്ങനെ തുടങ്ങുമെന്ന സംശയത്തോടെ രണ്ടുപേരെയും നോക്കി. ദേവികയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? അവൻ്റെ ചോദ്യം കേട്ടതും അവരുടെ മുഖത്ത് ദേഷ്യം കയറി. ഈ കുടുംബത്തെ ഉപ്പും ചോറും തിന്നിട്ട് തങ്ങളെ തന്നെ വഞ്ചിച്ച ദേവികയെ ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ ഒറ്റ ഞെരുക്കിന് കൊല്ലുമെന്ന ഭാവത്തിലായിരുന്നു അവർ. അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാൻ? ആ നാശം പിടിച്ചവൻ്റെ കൂടെ പോയവൾ അവിടെ കിടന്ന് നരകിച്ച് ചാവട്ടെ. ഒറ്റ മനുഷ്യർ അവളുടെ കാര്യത്തിൽ ഇടപെട്ടു പോകരുത്. ശബ്ദം താഴ്ത്തി മാധവനോ മഹേശ്വരിയോ വരുന്നോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് വരലക്ഷ്മി അത് പറഞ്ഞത്. അത് കേട്ടതും ഗോകുലിൻ്റെ മുഖം വാടി. അവളെ ഒന്ന് കാണണമെന്ന് അവൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ചു എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. എന്നാൽ വരലക്ഷ്മിയുടെ മടിയിൽ കിടക്കുകയായിരുന്ന രാഹുൽ യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല. ഗോകുൽ തിരിഞ്ഞു നടക്കുമ്പോൾ ഒന്നുകൂടി തൻ്റെ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. ഹരിയുടെ വർക്ക്ഷോപ്പിൽ പോയി ബഹളമുണ്ടാക്കി അല്ലേ? ഗോകുലിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവന് മുന്നിൽ ചെറുതായതുപോലെ രാഹുലിന് തോന്നി. നല്ല ദേഷ്യം വന്നുവെങ്കിലും രാഹുലിനെ ഇനി കൂടുതൽ സങ്കടപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം വരലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. ഏട്ടൻ്റെ നിശബ്ദത കണ്ടതിനാൽ തന്നെ പിന്നീടൊന്നും പറയാതെ അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഉണ്ണിമായ കരഞ്ഞു തളർന്ന് മുറിയിലിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് മഹേശ്വരി വന്ന് വിളിച്ചുകൊണ്ടുപോയി അവളെക്കൊണ്ട് മുറ്റമടുപ്പിച്ചിരുന്നു. പുറംപണിക്ക് ജോലിക്കാരുള്ള വീട്ടിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് വല്ലാത്ത സങ്കടവും നാണക്കേടും കൊടുത്തുവെങ്കിലും തൻ്റെ അവസ്ഥ ഓർത്ത് അവളെല്ലാം കടിച്ചു പിടിച്ചു. രാത്രി ആഹാരം കഴിക്കാൻ നേരവും ഉണ്ണിമായെ ആരും ക്ഷണിച്ചില്ല. അടുക്കള ജോലികളൊക്കെ ചെയ്തതിനാൽ സ്വയം എഴുന്നേറ്റ് ചെന്ന് ആഹാരം കഴിക്കുകയാണ് അവൾ ചെയ്തത്. അത്രയും നേരം മനസ്സിൽ നിറഞ്ഞു നിന്ന അഹങ്കാരം മെല്ലെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദന അവളിൽ നിറയാൻ തുടങ്ങി. ഹരിയെയും കുടുംബത്തെയും കുറിച്ച് അന്ന് അത്രത്തോളം മോശമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് ഒട്ടും മുകളിലല്ല താനും എന്നോർക്കാൻ മറന്നുപോയി. രാഹുലിൻ്റെ പട്ടമഹിഷി സ്ഥാനം അത്രത്തോളം മോഹിച്ചിരുന്നതിനാൽ തന്നെ ആ സമയങ്ങളിലൊക്കെ അന്ധയായിരുന്നു എന്ന് പറയാം. അവളുടെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി. ആദ്യം മുതൽ ഏട്ടനോട് ഇഷ്ടമായിരുന്നോ?
ദേവികയെ നോക്കിയുള്ള കാർത്തികയുടെ ചോദ്യം കേട്ടതും ഹരി ഞെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. കലമുറിയിൽ എന്തോ ജോലിയിലാണ്. കാർത്തികയുടെ ചോദ്യത്തിന് ഇനിയിപ്പോൾ ഇവൾ എന്തൊക്കെ പറയുമെന്ന് അറിയാൻ വയ്യ. കവലയിൽ വെച്ച് അവൾ പറഞ്ഞ മറുപടിയുടെ ഷോക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിൻ്റെ ഒപ്പം വീട്ടുകാരുടെ മുന്നിൽ കൂടി ചമ്മി നിൽക്കേണ്ടി വരുമോ എന്ന ഭാവത്തോടെ അവൻ ദയനീയമായി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എനിക്ക് നിന്റെ ഏട്ടനോട് ഇഷ്ടമൊന്നുമില്ലായിരുന്നു കാർത്തു. പാവത്തിൻ്റെ കല്യാണം മുടങ്ങാതിരിക്കാൻ ഞാനൊരു ജീവിതം കൊടുത്തതല്ലേ. ചിരിച്ചുകൊണ്ട് ദേവു പറയുമ്പോൾ അത് കള്ളമാണ് എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. വിവാഹ ദിവസം കണ്ണീരോടെ ഹരിയെ നോക്കി നിന്നവളുടെ മുഖം ആരും മറന്നിട്ടില്ല. എങ്കിലും ഈ ഒരു അവസരത്തെ ലളിതമായി പരിഹരിക്കാനാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവുകയും ചെയ്തു. എങ്കിലും അവർ ഒരു ചിരിയോടെ നോക്കുകയായിരുന്നു. ഹരിയാകട്ടെ ചെറിയ ചമ്മലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഏട്ടത്തി വന്നില്ലായിരുന്നുവെങ്കിലും ഏട്ടൻ്റെ കല്യാണം മുടങ്ങിപ്പോകുവൊന്നുമില്ലായിരുന്നു. ദീക്ഷ ചേച്ചിക്ക് ഹരിയേട്ടന് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഇവിടെ ആലോചിച്ചതുമാണ്. പക്ഷേ ജാതകം ചേർന്നില്ല. എങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ അതൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. തൻ്റെ ഏട്ടനെ കളിയാക്കിയത് ഇഷ്ടപ്പെടാത്തതിനാൽ നന്ദു പുരികമുയർത്തിക്കൊണ്ട് ദേവികയെ നോക്കി പറയുമ്പോൾ അവൾക്കത് ഒരു പുതിയ അറിവായിരുന്നു. അതോടെ ചിരിച്ചുകൊണ്ടിരുന്ന മുഖം വാടിപ്പോയി. ഇതെല്ലാം കേട്ട് ചിരിയോടെ നിൽക്കുന്ന ഹരിയെ അവൾ ഒന്ന് നോക്കി കണ്ണുരുട്ടുകയും ചെയ്തു. അല്ല മനുവേട്ടാ, ഏട്ടൻ്റെ പ്രേമം തുടങ്ങിയിട്ട് എത്ര നാളായി? ഹരിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് മനസ്സിലായതും കാർത്തിക മനുവിനോട് ചോദിച്ചു. അവനാകട്ടെ തല ചൊറിഞ്ഞുകൊണ്ട് ഹരിയെ നോക്കുമ്പോൾ അവൻ നീയും അനുഭവിച്ചോ എന്ന മട്ടിലിരിക്കുകയാണ്. പറയേ, ഏട്ടൻ ആ ചേച്ചിയോട് ഇഷ്ടം തോന്നിയിട്ട് എത്ര നാളായി? എല്ലാവരുടെയും കണ്ണുകൾ തള്ളി വന്നത് കണ്ടതും കാർത്തിക അമ്പരപ്പോടെ അവരുടെ നോട്ടം പോയ ദിശയിലേക്ക് നോക്കി. കയ്യിൽ ഒരു വടിയുമായി കല അവിടെ നിൽപ്പുണ്ട്. അതോടെ കാർത്തിക ദയനീയമായി എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇരുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റു. മൊട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ല, അവളുടെ ഒരു സംശയം. പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടന്നതും അവൾ ഹരിയുടെ പിന്നിൽ ഒളിച്ചിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ആ വടി അവളുടെ ദേഹത്ത് കൊള്ളാൻ അനുവദിക്കില്ല എന്നതുപോലെ അവൻ അവളെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തു. അല്ലെങ്കിലും നന്ദുവും കാർത്തികയുമായി തല്ലുകൂടാറുണ്ട് എങ്കിലും മനുവോ ഹരിയോ അവളെ ഒന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. അവരുടെ മുന്നിൽ വെച്ച് കലയെ തല്ലാൻ അനുവദിച്ചിട്ടുമില്ല. ദേ പെണ്ണെ, ഇനി ഈ മാതിരി വർത്താനം നിന്റെ വായിൽ നിന്ന് വന്ന വളർന്നു വലുതായി എന്നൊന്നും നോക്കില്ല, അടിച്ച് തുട പൊട്ടിക്കും ഞാൻ. ഒന്നുകൂടി ആ വടി അവൾക്ക് നേരെ വീശി പേടിപ്പിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു നടക്കുമ്പോൾ നന്ദു കാർത്തികയെ നോക്കി കളിയാക്കി. അവൾ ആകെ ചമ്മി തല ചൊറിഞ്ഞ് നിൽക്കുകയായിരുന്നു. അമ്മയില്ലാത്ത ധൈര്യത്തിൽ ചോദിച്ചതാണ്. അത് എങ്ങനെയുമായി? ഇനിയിപ്പോൾ എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. ദേ പെണ്ണെ, ഞാൻ കതക് അടയ്ക്കേണ്ട എങ്കിൽ മര്യാദയ്ക്ക് വന്ന് കിടന്നോ. മുറിയിൽ നിന്നും കലയുടെ ശബ്ദം കേട്ടതും കാർത്തിക അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടി. മനു തൻ്റെ മുറിയിലേക്ക് പോയതും മനുവിൻ്റെ പിന്നാലെ തന്നെ നന്ദുവും പോയി. ഹാളിൽ ഹരിയും ദേവികയും മാത്രമായതും അവൾ അവനെ നോക്കി ഒന്ന് ചിറി കോട്ടി ഒപ്പം കണ്ണുരുട്ടി തിരിഞ്ഞു മുറിയിലേക്ക് നടന്നു. ആ സമയം അവളുടെ ആ പ്രതികരണത്തിൻ്റെ കാരണം തെല്ലും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവൻ സംശയത്തോടെ അവളുടെ പിന്നാലെ മുറിയിലേക്ക് കയറി. വാതിലടച്ച് കുറ്റിയിട്ടതിന് ശേഷം കട്ടിലിലേക്ക് കിടക്കുമ്പോൾ ഉറങ്ങാതെ മുകളിലേക്ക് നോക്കി കിടക്കുന്നവളെ അവൻ കാണുന്നുണ്ടായിരുന്നു. കാർത്തു പറഞ്ഞതൊക്കെ സത്യമാണോ? അവളുടെ ചോദ്യം കേട്ടതും അവൻ പുരികം ചുളിച്ചു. ഇന്ന് കാർത്തിക ഒരു 100 കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അതിൽ ഇപ്പോൾ ഏതാണ് ഇവൾ ഉദ്ദേശിച്ചത് എന്ന് അറിയാൻ വയ്യ. അവൻ്റെ മൗനത്തിൽ നിന്നും അവന് താൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ദീക്ഷയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് അമ്പരന്നു. എപ്പോഴൊക്കെയോ നന്ദുവും കാർത്തികയും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ദീക്ഷയുടെ സ്നേഹത്തെക്കുറിച്ചൊന്നും അവൻ അറിയില്ല. വിവാഹാലോചന നടന്ന സമയത്ത് തന്നെ ജാതകച്ചേർച്ചയില്ലായ്മ കാരണം മുടങ്ങിപ്പോയിരുന്നു. ആ അമ്പരപ്പ് മുഖത്തുണ്ടായിരുന്നുവെങ്കിലും മുന്നിലുള്ളവളെ ഒന്ന് ചൊടിപ്പിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. പിന്നെ സത്യമല്ലാതെ അന്ന് നീ വന്ന് ഇടയിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കേട്ട് അപ്പോൾ കഴിഞ്ഞേനെ. ജനാലയിലൂടെ അടിക്കുന്ന നേരിയ നിലാവെളിച്ചത്തിൽ 2 നിഴൽ രൂപങ്ങൾ പോലെ അവർക്ക് പരസ്പരം കാണാം. താൻ പറഞ്ഞതിന് ഒരു മറുപടി അവളിൽ നിന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും
അവൾ മൗനമായി കിടക്കുന്നതാണ് അവൻ കണ്ടത്. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊരു മൗനം എന്ന് ചിന്തിച്ചുവെങ്കിലും അധികം ആലോചിച്ച് തല പുകയ്ക്കാതെ അവൻ ഉറക്കത്തിലേക്ക് വീണിരുന്നു. ആ നേരം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അങ്ങനെ തന്നെ വിട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു അവൾ.